മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ കുരച്ച അഖിൽ മാരണത്തിനും മറുനാടൻ മറുതയ്ക്കും ചില സംഗീസിനും ആ ഫണ്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി 200 കോടി കടന്നിരിക്കുകയാണ്. നീയൊക്കെ പൂർണ്ണചന്ദ്രനെ നോക്കി കുരച്ചാൽ ഈ നാട്ടിലുള്ളവർ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ആ തുക സമർപ്പിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 203 കോടി 76,17,597 രൂപ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന ആവശ്യം ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് സർക്കാർ പൊതുജനങ്ങളോട് ഈ ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഓഗസ്റ്റ് 21, അതായത് 22 ദിവസം കൊണ്ട് 200 കോടിക്ക് മുകളിലേക്ക് ആ സംഭാവന ഒഴുകിയെത്തുകയായിരുന്നു. ഇതിനി ബാക്കി പല സംഘടനകൾ വേറെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുരച്ചിലുകാരോടാണ്, മറുനാടൻ കുരച്ച നേരം വിളിക്കുമെന്ന് കരുതരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും അഖിൽ മാരണം കരുതുകയാണ് ഞാനൊരു മലമുഴക്കി വേഴാമ്പലാണ്, ഞാൻ അങ്ങോട്ടിരുന്ന് മുഴക്കിയ കേരളം മുഴുവൻ മുഴങ്ങി കേൾക്കുമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ മടക്കി പോക്കറ്റ് വെച്ചരേ എന്ന് ജനം പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് മലയാളികൾ. ഇവിടെ മാരണങ്ങൾക്ക് കൈയടിക്കാനും അല്ലെങ്കിൽ മറുതകൾക്ക് കൈയടിക്കാനും വലിയ വിഭാഗക്കാരുണ്ടായിരിക്കാം. ആ വിഭാഗക്കാരല്ല കേരളം. ആ വിഭാഗക്കാർ വിചാരിച്ചാൽ കേരളത്തിൽ ഒരു ചുക്കും നടക്കത്തില്ല. അപ്പോൾ പറയും കണ്ടില്ലേ തൃശ്ശൂർ എടുത്തു എന്ന്. തൃശ്ശൂർ എടുത്തത് അങ്ങനെ ഈ മലയാളികളെ പറ്റിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ മലയാളികൾക്ക് പറ്റിയ അബദ്ധമാണെന്നോ അല്ല. അതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കുപോക്കുകളിൽ UDF നടത്തിയ വീഴ്ചയാണ് ഇങ്ങനെ ഒരു അവസരമുണ്ടായത്. അല്ലെങ്കിൽ ജന്മത്തുണ്ടാകാൻ പോകുന്നില്ലെന്നേ, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാതിരിക്കുകയല്ലേ, നമുക്ക് കാണാം. എന്തായാലും ദുരിതാശ്വാസ നിധിക്കെതിരെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി കുരച്ചിട്ടുള്ള അഖിൽ മാരണത്തിനും മറുനാടൻ മറുതയ്ക്കും പ്രത്യേക ആദരവ് സർക്കാർ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇമാതിരി ഊളകൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങളാണ് കേരളം, ഞങ്ങൾ പറഞ്ഞാൽ എല്ലാവരും അങ്ങ് കേൾക്കുമെന്നും. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും കുറച്ച് പേരുണ്ട്, കുറേ ഊളസംഖികളും കുറച്ച് കൃസംഖികളും കുറച്ച് മുസ്സംഖികളും. അവർ പ്രചരിപ്പിച്ചതിനപ്പുറം ഈ നാടിൻ്റെ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ മലയാളികൾക്ക് നാടിനോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. 22 ദിവസം കൊണ്ട് 200 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത്തരം ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ളവരെന്ന് ബോധ്യപ്പെടുകയാണ്. ഒരു നാട് വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ അവരെ സഹായിക്കണമെന്നുള്ള ആ ഒറ്റ മനസ്സാലെയുള്ള ചിന്തയുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ മാതൃകയും വിജയവും. ഈ ഒരുമയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ വിഷവിത്തുക്കളെ കൂടി നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. കാര്യം ഇമാതിരി വിഷജന്തുക്കളെ സമൂഹത്തിൻ്റെ മൂലയിലേക്ക് ഒതുക്കിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. കാര്യം ദുരന്ത കാലഘട്ടത്തിനിടയിൽ വിഷം കലക്കാൻ ഇറങ്ങുന്ന മാരണവും മറുതയും ഒക്കെ ഈ സമൂഹത്തിന് തന്നെ വലിയ ദുരന്തങ്ങളാണ്. ഈ ദുരന്തങ്ങളെ നമുക്ക് അതിജീവിച്ചേ മതിയാവൂ. എന്തായാലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ, അതും നിസ്തുലമായ മനസ്സറിഞ്ഞുള്ള സംഭാവനകൾ, കായ്ക്കുടുക്കകളായിക്കോട്ടെ, ആടിനെ വിറ്റതായിക്കോട്ടെ, ബീഡി തുറുത്ത പണമായിക്കോട്ടെ, അതുപോലെ അങ്ങനെ സകല വഴികളിലൂടെയും സമസ്ത മേഖലയിൽ നിന്നും അതിനെ ചേർത്ത് പിടിച്ച കേരളത്തിൻ്റെ നിറഞ്ഞ മനസ്സുള്ള മനുഷ്യരെ നിങ്ങൾക്ക് നന്ദി നന്ദി നന്ദി.